നമസ്കാരം. ഗൗതം അദാനിയുടെ മേൽനോട്ടത്തിലുള്ള രാജ്യത്തെ 8 വിമാനത്താവളങ്ങളും അവയുടെ സമീപ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് വൻ വികസന പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിക്കാൻ പോവുകയാണ്. അദാനി എന്റർപ്രൈസസിന് കീഴിലുള്ള വിമാനത്താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന നഗരങ്ങളുടെയും പ്രാന്തപ്രദേശങ്ങളുടെയും വികസനമാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഈ പദ്ധതിയിൽ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളവും സമീപ പ്രദേശങ്ങളും ഉൾപ്പെടുന്നുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വികസനത്തിനായി 700 കോടി രൂപ അദാനി ഗ്രൂപ്പ് നീക്കിവെച്ചിട്ടുണ്ടെന്ന വിവരമാണ് ലഭ്യമാകുന്നത്. തിരുവനന്തപുരം വിമാനത്താവളം കൂടാതെ മുംബൈ, നവി മുംബൈ, അഹമ്മദാബാദ്, ലക്നൌ, ജയ്പൂർ, ഗുവാഹട്ടി, മംഗളൂരു എന്നീ വിമാനത്താവളങ്ങളും അദാനിയുടെ ഈ വികസന പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്. അദാനിയുടെ ഉടമസ്ഥതയിലുള്ള വിമാനത്താവളങ്ങളുടെ സമീപ പ്രദേശങ്ങൾ വികസിപ്പിക്കുന്നതിനായുള്ള ഈ പദ്ധതിയിൽ മൊത്തം 655 ഏക്കർ പ്രദേശമാണ് ഉൾപ്പെടുന്നത്. 3 ഘട്ടങ്ങളിലായാണ് ഈ വികസന പദ്ധതി നടപ്പിലാക്കുക. ആദ്യഘട്ടത്തിൽ 114 ഏക്കറിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം നൽകുന്നത്. ഇതിൽ 50 ഏക്കർ മുംബൈ, നവി മുംബൈ എയർപോർട്ടുകൾ ഉൾപ്പെടുന്നതാണ്. ബാക്കി 60 മുതൽ 64 ഏക്കർ സ്ഥലത്തെ വികസനം മറ്റ് 6 എയർപോർട്ടുകളുടെ പ്രാന്തപ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ്. എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന നഗര പ്രാന്തപ്രദേശങ്ങളെ കൊമേഴ്ഷ്യൽ ഹബ്ബാക്കി മാറ്റുകയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി വൻകിട ഹോട്ടലുകൾ, ഷോപ്പിംഗ് കോംപ്ലക്സ്, കൺവെൻഷൻ സെന്ററുകൾ, ഓഫീസുകൾ, ഫുഡ് കോർട്ടുകൾ, വിനോദ ഇടങ്ങൾ തുടങ്ങിയ വൈവിധ്യമാർന്ന സൗകര്യങ്ങൾ വിമാനത്താവളത്തിനോട് ചേർന്ന് ഒരുക്കപ്പെടും. അങ്ങനെ എയർപോർട്ടിലേക്ക് എത്തുന്നവർക്കും നഗരവാസികൾക്കും ഒരുപോലെ ഉപകാരപ്രദമായി തീരും വിധമുള്ള വികസനമാണ് അദാനി ഗ്രൂപ്പ് പ്രാവർത്തികമാക്കാൻ പോകുന്നത്. ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തോട് ചേർന്ന എയ്റോസിറ്റി മാതൃകയിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നതെന്നാണ് സൂചന. ഇതിലൂടെ വിമാനത്താവള പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനത്തിനൊപ്പം വാണിജ്യ മേഖലയിൽ നിന്നുമുള്ള വരുമാന സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്താനാണ് അദാനി ഗ്രൂപ്പ് ശ്രമിക്കുന്നത്. നിലവിൽ തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിന് സമീപം ഒരു 5 നക്ഷത്ര ഹോട്ടൽ ആരംഭിക്കാനുള്ള പദ്ധതിയുമായി അദാനി ഗ്രൂപ്പ് മുന്നോട്ട് നീക്കുന്നുണ്ട്. ഇതിനായുള്ള അന്തിമ അനുമതി ലഭ്യമായാലുടൻ നിർമ്മാണം ആരംഭിക്കും. അതുകൂടാതെ വിമാനത്താവളത്തിന്റെ 2ാമത്തെ ടെർമിനലിന്റെ നിർമ്മാണം മുൻനിർത്തിയുള്ള പ്രൊജക്ട് അനന്തയ്ക്കായി 1300 കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത്. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ആർബിട്രേഷൻ കൗൺസിൽ അഥവാ സിയാക്കിന്റെ അനുമതി ലഭ്യമായാലുടൻ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ 2ാമത്തെ ടെർമിനലിന്റെ നിർമ്മാണവും ആരംഭിക്കും. ഇതോടൊപ്പം ഹോട്ടൽ, കൊമേഴ്ഷ്യൽ, അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് എന്നിവയടങ്ങുന്ന എയർപോർട്ട് കോംപ്ലക്സും ഉടൻ യാഥാർത്ഥ്യമാകുമെന്നാണ് അറിയുന്നത്. തിരുവനന്തപുരം വിമാനത്താവളവുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടം ആരംഭിച്ചുവെന്ന് അദാനി എന്റർപ്രൈസസ് ഗ്രൂപ്പ് ചീഫ് ഫിനാൻസ് ഓഫീസർ ജുഗേഷ് ഇന്ദർ സിംഗ് അറിയിക്കുകയുണ്ടായി. അതേസമയം മുംബൈ എയർപോർട്ടിൽ ഹോട്ടൽ, വിവിധ ഷോപ്പുകൾ, ഫുഡ് കോർട്ട്, വിനോദ സൗകര്യങ്ങൾ എന്നിവയുടെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. ഉടൻ പ്രവർത്തന സജ്ജമാകാനൊരുങ്ങുന്ന നവി മുംബൈ എയർപോർട്ടിന് ഒക്ടോബർ ആകുമ്പോഴേക്കും അന്തിമാനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വിമാനത്താവളത്തിലെ 2ാമത്തെ ടെർമിനലിന്റെ നിർമ്മാണവും 6 മാസത്തിനകം ആരംഭിക്കാനും പദ്ധതിയിട്ടിട്ടുണ്ട്. ഇതോടൊപ്പം മറ്റ് വിമാനത്താവളങ്ങളുടെ സമീപ പ്രദേശങ്ങളിലെ വികസന പ്രവർത്തനങ്ങളും പുരോഗമിച്ചു വരികയാണ്. വാർത്തയുടെ നിറം തേടി തനിനിറം.